My dear children, today we are going to learn about division of two-digit number by one-digit number. Okay, our today's topic is division of two-digit number by one-digit number. In last class we have learned the repeated subtraction. നമ്മൾ division പഠിച്ചിരുന്നു. Division കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തത് repeated subtraction യൂസ് ചെയ്തിട്ടാണ്. ഇന്ന് നമ്മൾ division ചെയ്യുന്നത് വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. Using multiplication tables. Okay, now all of you listen here. 32 divided by 2. We have to find the answer for 32 divided by 2. 32 divided by 2. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് ഈ മെത്തേഡ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ മെത്തേഡ് ചെയ്യുന്നതിന് നമ്മളിവിടെ ചെയ്യുന്നത് ഡിവിഡൻഡ് 32 ആണ്, ഡിവൈസർ 2 ആണ് അല്ലേ. അപ്പോൾ 2ൻ്റെ ടേബിൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, 2ൻ്റെ ടേബിൾ യൂസ് ചെയ്തിട്ടാണ്, ഏതാണോ ഡിവൈസർ ആ ടേബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ ആൻസർ കാണുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ മെത്തേഡിൽ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 32 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 32 ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾ 2ൻ്റെ ടേബിൾ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. 1 2 is 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, 10 2s are 20. Okay, this is the table of 2. ഈ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 32നെയാണ് ഡിവൈഡ് ചെയ്യാനുള്ളത്. 32ലെ ഫസ്റ്റ് ഡിജിറ്റ്, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക. ഏതാണ്? 3 ആണ്. 3 ആണ് ഫസ്റ്റ് വരുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഡിജിറ്റ് അല്ലേ. അപ്പോൾ 2ൻ്റെ ടേബിളിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 3 എന്നുള്ള നമ്പർ വരുന്നുണ്ടോ? 2ൻ്റെ ടേബിളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടോ? ഇല്ല. ഏതൊക്കെയാണ് വരുന്നത്? 2ഉം 4ഉം വരുന്നുണ്ട് അല്ലേ. 2ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് 3 വരിക അല്ലേ. അപ്പോൾ നമുക്ക് 3യോട് അടുത്ത് നിൽക്കുന്ന നമ്പർ ഏതാണ്? 2 ആണ്. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ 3നേക്കാൾ കൂടുതലായി. അപ്പോൾ 3നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 3യേക്കാൾ ചെറുതായിട്ടുള്ള നമ്പർ ഏതാണ്? 2 ആണല്ലേ. ദാറ്റ് ഇസ് 1 × 2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ടേബിൾ ഓഫ് 2ലെ ഈ മൾട്ടിപ്ലിക്കേഷൻ സെൻറ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ഇതാണ് 1 × 2 ഈസ് ഈക്വൽ ടു 2. നമുക്കതൊന്ന് ഇവിടെ ജസ്റ്റ് എഴുതി നോക്കാം. ദാറ്റ് ഇസ് 1 × 2 ഈസ് ഈക്വൽ ടു 2. ഈ 3യുടെ താഴെ നമ്മൾ എഴുതും. നമ്മളെപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നത് 3 എന്നുള്ള നമ്പർ ഈ ടേബിളിൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത്. 3 എന്നുള്ള നമ്പർ ഇതിലില്ല. പക്ഷേ 3യോട് അടുത്ത് നിൽക്കുന്ന, 3യേക്കാൾ ചെറുതായി 3യോട് അടുത്ത് നിൽക്കുന്ന 2 ഉണ്ട്. ഈ 2 കിട്ടുന്നത് എങ്ങനെയാണ്? 1 × 2 ഈസ് ഈക്വൽ ടു 2 ആയിട്ടാണ്. സോ 1 × 2 ഈസ് 2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, 3 - 2 ചെയ്യാം. 3 - 2, 3 - 2 ഈസ് 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 32ലെ 3നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത നമ്പർ വരുന്നത് 2 ആണല്ലേ. ആ 2നെ നമ്മൾ അതേപോലെ താഴേക്ക് ഇറക്കിയിടാം. ഓക്കെ, അപ്പോൾ ഏതാ ഈ നമ്പർ? 12 ആയി അല്ലേ. ഇനി ഈ 12ലെ എത്ര 2 ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ടേബിളിൽ ചെക്ക് ചെയ്താൽ മതി. അതായത് ഈ 12 എന്നുള്ള ആൻസർ 2ൻ്റെ ടേബിളിൽ എവിടെയാണ് വരുന്നത് നോക്കുക. ദാ ഹിയർ അല്ലേ, 12 വരുന്നുണ്ട്. എങ്ങനെയാണ്? 6 × 2 ഈസ് ഈക്വൽ ടു 12 അല്ലേ. അതായത് 6 ടൈംസ് 2 ആഡ് ചെയ്താൽ വി ഗെറ്റ് 12. സോ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 2 ഈസ് 12. ഓക്കെ, ഇനി നമ്മളിത് സബ്ട്രാക്ട് ചെയ്യുക. 12 - 12, ഇറ്റ് ഈസ് 0. ഓക്കെ, സോ ദിസ് ഈസ് ദി ആൻസർ 16. നമുക്ക് 0 ഇവിടെ റിമൈൻഡർ വന്നു. സോ ആൻസർ ഈസ് 16. ദാറ്റ് ഈസ് ദ ക്വോഷ്യൻ്റ് ഈസ് 16 and the remainder is 0.
ഓക്കെ, ദാറ്റ് ഈസ് 32 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 16. ഇവിടെ ഈ മുകളിൽ വരുന്ന നമ്പർ ഏതാണോ അതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. 66 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, 66നെ ഇങ്ങനെ എഴുതാം അല്ലേ, 66 ഡിവൈഡഡ് ബൈ 4. 4 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4ൻ്റെ ടേബിൾ ആവശ്യമാണ്. സോ ദിസ് ഈസ് ദ ടേബിൾ ഓഫ് 4. ടേബിൾ ഓഫ് 4 ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി 66നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഡിജിറ്റിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫസ്റ്റ് ഡിജിറ്റ് ഏതാണ്, 6 ആണ്. 6നെ നമുക്ക് 4 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 6ൽ എത്ര ടൈംസ് 4 വരുന്നുണ്ട് അതാണ് ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 6ൽ ഹൗ മെനി ടൈംസ് 4 കംസ്. ഇപ്പോൾ 6 ലൈൻസ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ഇതിൽ എത്ര പ്രാവശ്യം നമുക്ക് 4ന് എടുക്കാൻ പറ്റും, 1 2 3 4, പിന്നെ ബാക്കി 2 ഉണ്ടാവുള്ളൂ അല്ലേ, ദാറ്റ് ഈസ് ഓൺലി 1 4. സെയിം തന്നെയാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് എളുപ്പത്തിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ വരച്ച് നോക്കാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടേബിളിൽ ചെക്ക് 6 എന്നുള്ള നമ്പർ 4ൻ്റെ ടേബിളിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഹിയർ 1 4 is 4, 2 4s are 8 അല്ലേ, 4ഉം 8ഉം ആണ്. 6നെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ 6നോട് അടുത്ത് വരുന്ന നമ്പർ ഏതാണ്, 4 ആണ്. ലെസ് ദാൻ 6 4. ഹൗ മെനി ടൈംസ് ഇറ്റ് കംസ്, 1 into 4 is 4 അല്ലേ. നമ്മളിവിടെ ചെയ്ത് നോക്കിയ കാര്യം തന്നെ 1 ടൈം അല്ലേ, 1 into 4 is 4. So we can write here 1 into 4 is 4. അതായത് 6ൽ 4 വരുന്നത് ഓൺലി 1 ടൈം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 6 minus 4. 6 minus 4 we take 6 fingers, അതിൽ 4 ഫിംഗേഴ്സ് പോയി കഴിഞ്ഞാൽ ബാക്കി 2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഡിജിറ്റ് താഴേക്ക് അതേപോലെ ഇറക്കിയിടുക. നെക്സ്റ്റ് ഡിജിറ്റ് 6 ആണ്. ഓക്കെ, സോ ദ നമ്പർ വിൽ ബി 26. ഇനി അഗെയിൻ ഈ 26ൽ എത്ര ടൈംസ് 4 വരുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 26 ലൈൻസ് ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് ഇതിൽ എത്ര 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്യാം. പക്ഷേ അത് ഒരുപാട് സമയം എടുക്കും അല്ലേ. അതിന് വേണ്ടിയാണ്, ഈസി ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടേബിൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 26ൽ എത്ര ടൈംസ് 4 വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ 26 എന്നുള്ള നമ്പർ വരുന്നുണ്ടോ നോക്കാം. 26 എന്നുള്ള നമ്പർ വരുന്നുണ്ടോ, ഇല്ല. പക്ഷെ എന്ത് വരുന്നുണ്ട്, 24ഉം 28ഉം. അപ്പോൾ 26നോട് അടുത്ത് വരുന്നത് 24 ആണ്. 26നേക്കാൾ ചെറുതും വേണം അല്ലേ. 28 നമുക്ക് പറ്റില്ല. 28 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 26 ആവും. അപ്പോൾ 24 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 6 into 4 is 24. ഓക്കെ, 6 into 4 is 24. അപ്പോൾ 26ൽ 4 6 ടൈംസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതാം 6 into 4 is 24. ഓക്കെ, 1 into 4 is 4. അപ്പോൾ ആ 4 നമ്മളിവിടെ എഴുതി. നെക്സ്റ്റ് 26 വന്നപ്പോൾ 26ൽ കിട്ടില്ല, 24 വരെ വരുന്നുണ്ട്. അപ്പോൾ 6 4s are 24. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുക. 6 minus 4 is 2. 2 minus 2 is 0. That is 2 കിട്ടിയില്ലേ. സോ ഹിയർ 2 is the remainder. ഇവിടെ റിമൈൻഡർ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ 0 ആണ് വന്നത് റിമൈൻഡർ. ആൻഡ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്, 16. ദിസ് ഈസ് ദി കോഷ്യൻ്റ് അല്ലേ, അല്ലെങ്കിൽ ആൻസർ. ദാറ്റ് ഈസ് 66 ഡിവൈഡഡ് ബൈ 4 is equal to 60. ഈ മുകളിൽ വരുന്ന നമ്പർ ഏതാണോ അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ if you write these two problems in your notebook. ഈ രണ്ട് പ്രോബ്ലം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് കാണിക്കണം. Now let's do the problems in page number 23. Let us try 8.2. Question number 1 solve. സെയിം ആണ്, സെയിം ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഓരോന്നിൻ്റെയും ഇവിടെ ഡിവൈഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്
Let us try 8.2. The first question is 95 divided by 5. 95 divided by 5. അപ്പോൾ ഇവിടുത്തെ ഡിവൈസർ എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. 5 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 5ൻ്റെ ടേബിളാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ 5ൻ്റെ ടേബിൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം. 95 divided by 5. ഓക്കെ, സോ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പം 9ൽ നമുക്ക് നോക്കാം. ഇൻ 9 ഹൗ മെനി ടൈംസ് 5 കംസ്. 9ൽ എത്ര 5s വരുന്നുണ്ട് നോക്കാം. അതായത് ഈ 9 എന്നുള്ള നമ്പർ 5ൻ്റെ ടേബിളിൽ നോക്കാം എവിടെയാണ് വരുന്നതെന്ന്. 9 എന്നുള്ള നമ്പർ ഇല്ല, പക്ഷേ 9നേക്കാൾ ചെറുത് 9നേക്കാൾ അടുത്തായിട്ട് വരുന്ന നമ്പർ ഏതാണ്? 5. നമുക്ക് 10ന് എടുക്കാൻ പറ്റില്ല, കാരണം 9നേക്കാൾ കൂടുതലാണ് 10. അപ്പോൾ 10 നോക്കാൻ പറ്റില്ല, 5 ആണ് പറ്റുക അല്ലേ. ദാറ്റ് ഈസ് 1 into 5 is 5. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഹിയർ 1 into 5 is 5. ഓക്കെ, ഈ സെൻറ്റൻസ് അതേപോലെ എഴുതാണ്. ഇൻറ്റു ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, 1 into 5, 5 ഇവിടെ ഉണ്ട്, ഈസ് 5. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുക. 9 minus 5. 9 minus 5, take 9 fingers, then 5 fingers go, we get 4. 9 minus 5 is 4. Next, write this digit here. Then the number will be 45. Now let's check whether the 45 comes. See the table of 5. 45 comes here. 9 5s are 45. 9 into 5 is 45. അല്ല, 45 നമുക്ക് 9 into 5 is 45 കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് 9 5s are 45. ഓക്കെ, 9 5s are 45. Now subtract. 45 minus 45 will be 0. 5 minus 5 0. 4 minus 4 0. So here this is the quotient and this is the remainder. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ജസ്റ്റ് ആൻസർ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. സോ therefore 95 divided by 5 is equal to, sorry, the answer is 19. Next question, 88 divided by 8. അപ്പോൾ 88നെ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള ടേബിൾ ഓഫ് 8 ആണ്. ഓക്കെ, അപ്പോൾ ടേബിൾ ഓഫ് 8 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ടേബിൾ എഴുതണമെന്ന് നിർബന്ധമില്ല, കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടേബിൾ എഴുതിയിരിക്കുന്നത്. ടേബിൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ടേബിൾ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആലോചിച്ചിട്ട് അതിന് ആൻസർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ലെറ്റ്സ് ഡു 88 divided by 8. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് 8 ആണ്. അപ്പോൾ നോക്കുക, 8 എന്നുള്ള ഡിജിറ്റ് വരുന്നുണ്ടോ? യെസ്, ഹിയർ ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്. 1 into 8 is 8. സോ 1 into 8 is 8. ഇനി സബ്ട്രാക്ട് ചെയ്യുക. 8 minus 8 is 0. അഗെയിൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 8നെ നമ്മൾ താഴേക്ക് ഇറക്കിയിടും അല്ലേ, 8. ഇനി ഈ 8 എന്നുള്ള നമ്പർ ടേബിളിൽ എവിടെ വരുന്നത്? ഇത് തന്നെ സെയിം തന്നെയാണ് അല്ലേ. 1 into 8 is 8. So we can write 1 into 8 is 8. Now subtract. 8 minus 8 is 0. Okay, so the answer is 88 divided by 8 is equal to 11. Next, 48 divided by 6. 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് നമുക്ക് ഏത് ടേബിളാണ് ആവശ്യം? 6ൻ്റെ ടേബിൾ. അപ്പോൾ നിങ്ങൾ 6ൻ്റെ ടേബിൾ എഴുതി നോക്കണമെങ്കിൽ എഴുതി നോക്കാം, ഇല്ലെങ്കിൽ ആലോചിച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ ചെയ്തു നോക്കാം. ഓക്കെ, ഇതിൻ്റെ ആൻസർ തനിയെ ചെയ്തു നോക്കണം കേട്ടോ. നെക്സ്റ്റ് 53 divided by 7 ചെയ്തു നോക്കാം. 53 divided by 7. അപ്പോൾ 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് 7ൻ്റെ ടേബിൾ ആവശ്യമാണ്. 1 into 7 is 7. 2 7s are 14. 3 7s are 21. 4 7s are 28. 5 7s are 35. 6 7s are 42. 7 7s are 49. 8 7s are 56. 9 7s are 63.
10 sevens are 70. Okay, this is the table of 7. നമുക്ക് ചെയ്ത് നോക്കാം. 53 divided by 7. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡിജിറ്റ് വരുന്നത് 5 ആണ്. ഓക്കെ, 5 ആണ് അല്ലേ. സോ ഫസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ 5ൽ നമുക്ക് കിട്ടില്ല, 5ന് ഒരിക്കലും കിട്ടില്ല അല്ലേ. 5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ എന്തായാലും വരുള്ളൂ, കാരണം 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റും കൂടെ ചേർത്ത് നോക്കുക. അപ്പോൾ എന്തായി നമ്പർ 53 ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു ഡിജിറ്റിൽ കിട്ടുന്നില്ല എങ്കിൽ നെക്സ്റ്റ് ഡിജിറ്റും കൂടെ ചേർത്ത് വെച്ചാൽ അത് 53 ആയി. അപ്പോൾ ചെക്ക് ചെയ്യുക 53ൽ ഹൗ മെനി ടൈംസ് 7 കംസ്. അപ്പോൾ 53യോട് നിയറസ്റ്റ് വരുന്ന നമ്പർ ഏതാണ്? 49. പിന്നെ 56 വരുമ്പോൾ അത് ഗ്രേറ്റർ ആയി, അപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ ദിസ് വൺ 7 into 7 is 49. So we can write here 7 into 7 is 49. Okay, now subtract 53 minus 49. അത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 3 minus 9 ആണ് ആദ്യം. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്കത് ബോറോ ചെയ്യാം. ഹിയർ 13 ആയി, ഇവിടെ 4 ആയി. ഓക്കെ, ഇത് ക്യാരി ഓവർ ആണ്. ഓക്കെ, ഇനി 13 minus 9 എത്രയാണ്? 9 13 ആവാൻ കൗണ്ട് ചെയ്ത് നോക്കുക. 9 ആഫ്റ്റർ കൗണ്ട് 10 11 12 30 4 ഫിംഗേഴ്സ്. ഹിയർ 4 minus 4 is 0. ഓക്കെ, സോ അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 4 വന്നു അല്ല, റിമൈൻഡർ 4 വന്നു. കോഷ്യൻ്റ് 7 ആണ്. ആൻഡ് 4 ഈസ് ദ റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് റിമൈൻഡർ 0 അല്ലാത്ത സമയത്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ ആണ് എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ബാക്കി വരുന്നുണ്ട് അല്ല, റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ദിസ് ഈസ് ദ കോഷ്യൻ്റ് ആൻഡ് 4 ഈസ് ദ റിമൈൻഡർ. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഈസ് ഈക്വൽ ടു 7 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതാൻ പറ്റില്ല, കാരണം റിമൈൻഡർ 4 വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ റിമൈൻഡർ 0 വരുന്ന കാരണമാണ് നമ്മൾ അതിനെ ആൻസർ ആയിട്ട് എടുത്തിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഈസ് 69 ഡിവൈഡഡ് ബൈ 4 ആണ്. ഈ ഒരു കേസിലും റിമൈൻഡർ വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇവിടെ 4ൻ്റെ ടേബിൾ വെച്ചിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ആൻസർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോഷ്യൻ്റെന്നും റിമൈൻഡറിനും മാർക്ക് ചെയ്യാം. ഓക്കെ, നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് യു ഡു ദ പ്രോബ്ലംസ്. ഈ 2 പ്രോബ്ലംസും, അതായത് സി പാർട്ടും ഈ പാർട്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ, അതേപോലെ എല്ലാ പ്രോബ്ലംസും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. Okay, see you next class. Thank you.